2025 ജാനുവരി മുതൽ ഈ മാസം വരെയുള്ള കറണ്ട് അഫയേഴ്സ് ഒരു സീരീസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഇത് 2025 ജാനുവരി മാസത്തെ കറണ്ട് അഫയേഴ്സിൻ്റെ വീഡിയോ ആണ്. വിവിധ മത്സര പരീക്ഷകൾക്ക് പങ്കെടുക്കുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു സീരീസ് ആയിരിക്കും ഇത്. കുറേയധികം പാർട്ടുകളായിട്ടായിരിക്കും വീഡിയോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ജനുവരി മാസത്തെ വീഡിയോ ആണ്. അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ വീഡിയോയിലേക്ക് സ്വാഗതം. 2025 25ാം വാർഷികം ആചരിക്കുന്ന തമിഴ്നാട്ടിലെ പ്രതിമ ഏതെന്നാണ്? തിരുവള്ളുവർ പ്രതിമയാണ്. നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ 25ാമത്തെ പ്രതിമയാണിത്. രജത ജൂബിലി ആഘോഷവേളയിൽ തമിഴ്നാട് സർക്കാർ പ്രതിമയെ ജ്ഞാനത്തിൻ്റെ പ്രതിമയായി പ്രഖ്യാപിച്ചു. 2025 പ്രഥമ വേവ്സ് ഉച്ചകോടിക്ക് വേദിയാകുന്നത് എവിടെയെന്നാണ്? ന്യൂഡൽഹിയാണ് ഉത്തരം. അടുത്തിടെ SWAR സ്പീച്ച് ആൻഡ് റിട്ടൺ അനാലിസിസ് റിസോഴ്സ് എന്ന പ്ലാറ്റ്ഫോം ആരംഭിച്ച സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ ഗുജറാത്താണ് ഉത്തരം. ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് 2025 ജനുവരി 26 ആഘോഷിച്ചത്? 76ാമത്തെ റിപ്പബ്ലിക് ദിനമാണ്. 2025 റിപ്പബ്ലിക് ദിനാഘോഷത്തിൻ്റെ മുഖ്യാതിഥി ആയിരുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആരാണ്? പ്രബോവോ സുബിയാന്തോ എന്ന വ്യക്തിയാണ് മുഖ്യാതിഥി. 2025 റിപ്പബ്ലിക് ദിനത്തിൻ്റെ പ്രമേയം സുവർണ ഭാരത് പൈതൃകവും വികസനവും എന്നതാണ്. 2025 റിപ്പബ്ലിക് ദിനത്തിൽ എത്ര മലയാളികൾക്കാണ് പത്മ പുരസ്കാരം ലഭിച്ചത്? 5 മലയാളികൾക്കാണ്. 2025 പത്മ വിഭൂഷൺ പുരസ്കാരം ലഭിച്ച മലയാളി ആര് എന്ന് ചോദിച്ചാൽ MD വാസുദേവൻ നായരാണ്. മരണാനന്തര ബഹുമതിയായിട്ടാണ് അത് നൽകിയത്. 2025 പത്മഭൂഷൺ ലഭിച്ച മലയാളികൾ ആരൊക്കെയെന്നാണ്? PR ശ്രീജേഷ്, മുൻ ഹോക്കി താരമായ PR ശ്രീജേഷ്. ജോസ് ചാക്കോ പെരിയപുരം, ഹൃദ്രോഗ വിദഗ്ധൻ. 2025 പത്മശ്രീ പുരസ്കാരം ലഭിച്ച മലയാളികൾ ആരൊക്കെയെന്നാണ്? ഡോക്ടർ K ഓമനക്കുട്ടിയമ്മ, കർണാടക സംഗീതജ്ഞയാണ്. IM വിജയൻ, ഫുട്ബോൾ താരമായ IM വിജയൻ. ഇന്ന് രണ്ടുപേർക്കാണ് അത് ലഭിച്ചത്. മഹാത്മാഗാന്ധിയുടെ എത്രാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് 2025 ആചരിച്ചത്? 78ാമത്തെ രക്തസാക്ഷിത്വ ദിനമാണ് 2025 ആചരിച്ചത്. 2025 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസ് കിരീട ജേതാവ് വിക്ടർ അക്സെൻസൺ ആണ്. ഡെൻമാർക്ക് കളിക്കാരനാണ്. 2025 ഇന്ത്യൻ ഓപ്പൺ ബാഡ്മിൻ്റൺ വനിതാ സിംഗിൾസ് കിരീട ജേതാവ് അൻ സെ യങ് ആണ്. ദക്ഷിണ കൊറിയയുടെ പ്ലെയറാണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ വനിതാ വിഭാഗം ജേതാവ് മാഡിസൺ കീസാണ്. അമേരിക്കയുടെ പ്ലെയറാണ്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് യാനിക് സിന്നറാണ്. ഇറ്റലിക്കാരാണ്. കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം കവചം എന്നറിയപ്പെടുന്നു. കേരളത്തിൻ്റെ ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം അറിയപ്പെടുന്നത് കവചം എന്ന പേരിലാണ്. കവചം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് 2025 ജനുവരി 21 മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത് ജനുവരി 21 കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന കുട്ടികളുടെ അന്താരാഷ്ട്ര ശുചിത്വ ഉച്ചകോടിയുടെ 2025 വേദി തിരുവനന്തപുരമാണ്. ലോകത്തിലെ ആദ്യ സമ്പൂർണ്ണ നിർമ്മിത ബുദ്ധി അഥവാ AI അധിഷ്ഠിത ഭരണകൂടമാകാൻ ഒരുങ്ങുന്ന നഗരം അബുദാബിയാണ്. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭിക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് വേനൽ മധുരം. വേനൽക്കാലത്ത് ഗുണമേന്മയുള്ള വിഷരഹിത തണ്ണിമത്തൻ ലഭിക്കാനുള്ള കുടുംബശ്രീയുടെ പദ്ധതിയാണ് വേനൽ മധുരം എന്നറിയപ്പെടുന്നത്. 2025 ജനുവരി ടെൻസിംഗ് നോർഗെ നാഷണൽ അഡ്വഞ്ചർ പുരസ്കാരം ലഭിച്ച മലയാളി സ്കൈ ഡൈവർ ജിതിൻ വിജയനാണ്. അമേരിക്ക പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റ ശേഷം ഏത് സംഘടനയിൽ നിന്നാണ് 2025 ജനുവരിയിൽ അമേരിക്ക പിന്മാറിയത്? ലോകാരോഗ്യ സംഘടന അഥവാ WHO നിന്നാണ് അമേരിക്ക പിന്മാറിയത്. കേരളത്തിലെ ആദ്യ വിമാന കമ്പനിയായ എയർ കേരളയുടെ പ്രവർത്തന കേന്ദ്രമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കൊച്ചി. ISROയുടെ കീഴിലുള്ള തിരുവനന്തപുരം വലിയമല ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെൻറ്ററിൻ്റെ അതായത് LPSCയുടെ പുതിയ ഡയറക്ടർ M മോഹനാണ്. 2024-25 വിജയ് ഹസാരെ ട്രോഫി ക്രിക്കറ്റ് കിരീടം നേടിയ ടീം കർണാടകയാണ്. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററിൽ നിന്നുള്ള ഇന്ത്യയുടെ 100ാമത്തെ വിക്ഷേപണം ഏതെന്നാണ്?
NBS-02 എന്നതാണ് 100ാമത്തെ വിക്ഷേപണം. വിക്ഷേപണ വാഹനം GSLV F-15 ആണ്. വിക്ഷേപണ തീയതി 2025 ജാനുവരി 29 സമൂഹത്തിലെ കുഷ്ഠരോഗ ബാധിതരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയരാക്കി രോഗനിർമ്മാർജ്ജനത്തിനുള്ള കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിൻ അശ്വമേധം എന്നറിയപ്പെടുന്നു. കുഷ്ഠരോഗ നിർണയ ക്യാമ്പയിനാണ് അശ്വമേധം എന്ന് അറിയപ്പെടുന്നത്. അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി ആര്? മൈക്കൽ മാർട്ടിനാണ് അയർലൻഡിൻ്റെ പുതിയ പ്രധാനമന്ത്രി. 2025 100ാം ജന്മവാർഷികം ആചരിക്കപ്പെടുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ആരെന്നാണ്? രാജാ രാമണ്ണയാണ് 2025 100ാം ജന്മവാർഷികം ആചരിക്കുന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. 1925 ജാനുവരി 28 രാജാ രാമണ്ണയുടെ ജന്മദിനമാണ്. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാ രാമണ്ണ. ഇന്ത്യൻ അണുബോംബിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് രാജാ രാമണ്ണ. 2025 പ്രഥമ ഖോ ലോകകപ്പിന് വേദിയാകുന്ന നഗരം ന്യൂഡൽഹിയാണ്. ഇതിൻ്റെ ഭാഗ്യചിഹ്നം തേജസ് താര എന്നറിയപ്പെടുന്ന 2 ചെറുമാനുകളാണ്. കേരള കലാമണ്ഡലത്തിൽ നൃത്ത അധ്യാപകനായി നിയമനം ലഭിച്ച ആദ്യ മലയാളി നർത്തകൻ RLV രാമകൃഷ്ണനാണ്. കാട്ടുതീ വ്യാപനം നേരിടുന്നതിനെ തുടർന്ന് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച അമേരിക്കൻ സംസ്ഥാനമാണ് കാലിഫോർണിയ, ലോസ് ഏഞ്ചൽസിൽ പടരുന്ന കാട്ടുതീയുടെ തീവ്രത വർദ്ധിപ്പിച്ച കാറ്റ് സാന്റ അന്നയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആത്മകഥ ഹോപ്പ് എന്ന് അറിയപ്പെടുന്നു. ബാക്കി അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. താങ്ക് യു.